ശ്രീ വി ഡി സതീശൻ, പ്രിയപ്പെട്ട എം പി ശ്രീ ഐ ബി ഈഡൻ, ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ്, ഈ വേദിയിലുള്ള ആദരണീയരും ബഹുമാന്യരുമായ ജനപ്രതിനിധികളെ, നേതാക്കളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ പൊതുരാഷ്ട്രീയം എനിക്ക് മുൻപ് സംസാരിച്ച എല്ലാ നേതാക്കന്മാരും ഇവിടെ പറയുകയുണ്ടായി. ആ കാര്യങ്ങളൊന്നും ഈ നട്ടുച്ച നേരത്ത് ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കാൻ എത്തിച്ചേർന്ന നിങ്ങളെല്ലാം ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നട്ടുച്ച നേരമായതുകൊണ്ട് ഈ പരിപാടിയുടെ വിജയസാധ്യതയെക്കുറിച്ച് ഒരുപാട് സംശയം സംഘാടകരായ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയിൽ നിങ്ങളുടെ നിറസാന്നിധ്യം ഇവിടെ ഈ പരിപാടിക്ക് വമ്പിച്ച വിജയമാക്കാൻ ഈ സമയത്തും സാധിച്ചു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ആരംഭിച്ച ഈ പുതുയുഗ യാത്ര ആരംഭിച്ചത് UDFൻ്റെ ജാഥയായിട്ടാണെങ്കിലും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ജാഥയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ ജാഥയെ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, മുദ്രാവാക്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു വെറുക്കപ്പെട്ട കാലഘട്ടം, ഒരു സർക്കാരിനെ ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായത് 2011 2006 മുതൽ 2011 വരെ ഭരിച്ച നായനാർ ഗവൺമെൻറ് കാലത്താണ് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അന്നും ജനങ്ങൾ ഇത്രയേറെ വെറുക്കുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. ഇന്ന് കഴിയുന്നത്ര വേഗം ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം എന്ന് ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിന് മൂന്നാം തുടർച്ച ഭരണം ഇല്ല എന്ന് യഥാർത്ഥം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെക്കാൾ കൂടുതൽ UDFിനേക്കാൾ കൂടുതൽ ബോധ്യമുള്ളത് CPMനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത 2 കൊല്ലം കഴിഞ്ഞാൽ പോലും പ്രവർത്തനം ആരംഭിക്കാൻ സാധിക്കാത്ത എല്ലാ പദ്ധതികളുടെയും ഉദ്ഘാടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാ പദ്ധതികളും പൂർത്തിയാകാത്ത കെട്ടിടങ്ങളുടെ മുൻവശത്ത് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. നടന്ന് കേരളത്തിലുടനീളം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും ഹൈബിയും എല്ലാം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടനത്തിന് പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരോട് ചോദിച്ചു, ഇവിടെ എന്ന് പ്രവർത്തനം ആരംഭിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഏറ്റവും മിനിമം 1 കൊല്ലം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കേരളത്തിലെ സ്ഥിതി. അന്ന് ഉദ്ഘാടനമാണ് എന്ന് മാത്രമല്ല, കേരളത്തിലെ ഖജനാവ് ഇതുപോലെ കൊള്ളയടിച്ച, പാർട്ടിക്കാർക്ക് വേണ്ടി കൊള്ളയടിക്കാൻ അവസരം കൊടുത്ത ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായിട്ടില്ല. 34 കൊല്ലക്കാലം ബംഗാൾ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്താണ് ഇതുപോലുള്ള അക്രമങ്ങളും സ്വജനപക്ഷപാതവും എല്ലാം ബംഗാളിൽ നടന്ന് അവർ ഭരണത്തിൽ നിന്ന് പുറത്തുപോയത്. 10 വർഷം കൊണ്ട് തന്നെ കേരളത്തിലെ UDF അനുഭാവികൾക്ക് മാത്രമല്ല, ജനങ്ങൾക്ക് മാത്രമല്ല, CPMനെ പിന്താങ്ങിയിരുന്ന സൈദ്ധാന്തികരായ ആളുകൾക്ക്, ബുദ്ധിജീവികൾക്ക്, പൂക്കാസയ്ക്ക് പുറത്തുള്ള ബുദ്ധിജീവികൾക്കെല്ലാം ഈ ഗവൺമെൻറ് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു ടൂർണമെൻ്റായിട്ട് ഇതിനെ കണ്ടാൽ, കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ ടൂർണമെൻ്റ് ട്രോഫി ഏറ്റുവാങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. BJP ഇവിടെ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് പറയട്ടെ, തൃപ്പൂണിത്തുറയിലെ മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് ചെറിയ നേട്ടമുണ്ടായി. 6 മാസത്തിന് കഴിയുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ പൂരം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, തൃപ്പൂണിത്തുറയല്ല ഈ നഗരത്തിൽ കാണുന്ന സ്ഥിതിയല്ല തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലുള്ളത്. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ UDF മുൻകാലത്തേക്കാൾ കൂടുതൽ വിജയം ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുണ്ട്. CPMനും ആ കാര്യം മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ പൊതു അന്തരീക്ഷം ഇതാണ്. കേരളത്തിൽ നമ്മളെല്ലാം പറയുന്ന പോലെ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു സെമി ഫൈനലായിരുന്നു.
അടുത്ത് വരാൻ പോകുന്ന ഫൈനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫൈനലിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. വേണമെങ്കിൽ BJP-ക്കാർക്കും CPM-നും ലൂസേഴ്സ് ഫൈനലിൽ പങ്കെടുക്കാം. ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞാൽ സെമി ഫൈനൽ തോറ്റവർക്കും ഫൈനലിൽ തോറ്റവർക്കും കൂടിയിട്ടുള്ള കളിയാണ് ലൂസേഴ്സ് ഫൈനൽ. ആ ലൂസേഴ്സ് ഫൈനലിൽ കളിക്കാൻ മാത്രമേ BJP-യും CPM-ഉം കേരളത്തിൽ വളർന്നിട്ടുള്ളൂ എന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 35 വർഷമായി 91 മുതൽ ഞാനിവിടെ 7 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഞാനും ബെന്നിയും ഡൊമിനിക്കും എല്ലാം കൂടി എറണാകുളത്തൊരു വീട്ടിൽ ഒത്തുകൂടുമ്പോഴാണ് ഞാൻ തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥിയാണെന്ന് അറിയുന്നത്. അന്ന് ഞാൻ തോൽക്കാൻ വേണ്ടി പോലും ചോദിച്ച സീറ്റായിരുന്നില്ല തൃപ്പൂണിത്തുറ. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ AK ആന്റണി എന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, വേറെ ഒന്നും ശരിയായില്ല, പോയി നോക്ക് എന്ന് പറഞ്ഞു. അന്ന് ദിവംഗതനായ ഞങ്ങളോടൊപ്പം DC സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായർ എടപ്പള്ളിയിൽ നിയോജകമണ്ഡലത്തിലെ വോട്ടറായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാ ബാബു ഇങ്ങോട്ട് വരുന്നത്? അത് എന്നോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ 91-ൽ കൈവീശി വന്ന എന്നെ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളും നിങ്ങളും കൈനീട്ടി സ്വീകരിച്ചു. കഴിഞ്ഞ 30 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിൽ MLA ആയി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നിങ്ങളാണ് നൽകിയത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനായ എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു. 7 പ്രാവശ്യം മത്സരിക്കാൻ അവസരമുണ്ടായി. അതിൽ 1 പ്രാവശ്യം പരാജയപ്പെട്ടു. ആ കാര്യങ്ങളിപ്പോൾ ഞാൻ വിലയിരുത്താൻ മുതിരുന്നില്ല. എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു കാര്യമാണ് അത്. ശ്രീ സതീശനും മറ്റ് നേതാക്കന്മാർക്കും എല്ലാം അറിയാം, IB-ക്ക് ഉൾപ്പെടെ അറിയാം. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും കഴിഞ്ഞ 2 പ്രാവശ്യം എനിക്ക് സീറ്റ് കിട്ടിയത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ്. ഒരു പരിധി വിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സീറ്റില്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് വരെ പറഞ്ഞൊരു സ്ഥിതി ഉണ്ടായി. എന്നാൽ ഇത്തവണ ശ്രീ സതീശനുൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും AK ആന്റണി ഉൾപ്പെടെ എല്ലാവരും എന്നോട് പറഞ്ഞു, ഇത്തവണ മത്സരിക്കണം. സതീശൻ എന്നോട് പറഞ്ഞു, ഞാനില്ല എന്നുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ വലിയ വിശ്വാസമാണ് എന്നിൽ അർപ്പിച്ചത്. ഞാൻ അതിനെല്ലാം നന്ദി രേഖപ്പെടുത്തുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിയോജകമണ്ഡലത്തിൽ 7 പ്രാവശ്യവും ഇതുപോലെ ജാഥകൾ വന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടി UDF-ൻ്റെ ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ UDF-ന് വേണ്ടി കൈവക്കാൻ തൃപ്പൂണിത്തുറയിലെ MLA ഉണ്ടാവും എന്ന് ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ 1 പ്രാവശ്യം മാത്രം പാളിപ്പോയി, ചെറിയ നിസ്സാര വോട്ടിന് പാളിപ്പോയി. ഏതായാലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഗവർണറുടെ മുമ്പിൽ സതീശന് കൊടുക്കാൻ കേരളത്തിലെ UDF-ന് കൊടുക്കുന്ന ലിസ്റ്റിൽ MLA-മാരുടെ പട്ടികയിൽ തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് MLA ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത്ര അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഈ നിയോജകമണ്ഡലത്തിലും കേരളത്തിലും ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും നമ്മുടെ പാർട്ടി ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ട് തീരുമാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളോടെല്ലാം നമ്മൾ കോൺഗ്രസ് പാർട്ടിയോടും നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റെ. ആ കടപ്പാട് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം ആരംഭിച്ച സന്ദർഭം, ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ തുടങ്ങിയ കാലത്തുള്ള തൃപ്പൂണിത്തുറ അല്ല ഇന്ന്. തൃപ്പൂണിത്തുറയിലെ വലിയൊരു ഭാഗം തൃക്കാക്കരയിലേക്കും കുറച്ചു ഭാഗം ഒരു പഞ്ചായത്ത് എറണാകുളത്തേക്കും പോയി. പഴയ പള്ളുരുത്തി ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ പ്രതിദാനം ചെയ്ത പള്ളുരുത്തിയാണ് തൃപ്പൂണിത്തുറയിൽ ഭൂരിപക്ഷം പ്രദേശവും. ഞാനും സതീശനും ഒരു ബെഞ്ചിലിരുന്ന്, ഞങ്ങൾ അസംബ്ലിയിൽ ഒരു ബെഞ്ചിലാണ് ഇരുന്നത് ഒരു ടൈം. അപ്പോൾ സതീശൻ എന്നോട് പറയും, തൃപ്പൂണിത്തുറയിൽ ഞാൻ നിന്നാൽ ജയിക്കും, ഞാൻ മാത്രമേ ജയിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഞാനില്ല. പക്ഷെ എന്നാലും ഈ പുതിയ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ 2011 വന്നപ്പോൾ നിങ്ങളുടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി നമുക്ക്
17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. പിന്നീട് ഒന്ന് കാലിടറി എങ്കിലും വീണ്ടും നമുക്ക് ഈ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള കടപ്പാട്, നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ജയ് ഹിന്ദ്. മറുപടി പ്രസംഗത്തിനായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നു.